തലയ്ക്ക് മാരകമായി പരിക്കേറ്റ് ആരും സഹായിക്കാനില്ലാത്ത നിലയിൽ കണ്ട സ്ത്രീയെ രക്ഷിച്ച് വിദ്യാർത്ഥികൾ മാതൃകയായി. തൊഴിയൂർ സ്വദേശി ഷെരീഫും സുഹൃത്ത് അഭിജിത്തുമാണ് അപരിചിതയായ സ്ത്രീയുടെ രക്ഷകരായത്. ഷൊർണൂർ അൽ അമീൻ എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ് ഷെരീഫും അഭിജിത്തും. തിരുവനന്തപുരം സ്വദേശിയായ അഭിജിത്ത് വീട്ടിൽ പോയി വരും വഴിയാണ് റെയിൽവേ ഗേറ്റിനരികിൽ തലയ്ക്ക് മാരകമായി മുറിവേറ്റ് രക്തം വാർന്ന നിലയിൽ മധ്യവയസ്കയായ സ്ത്രീയെ കണ്ടത്. ബാഗ് പിടിച്ചു പറിക്കാൻ ശ്രമിച്ച മോഷ്ടാവുമായുള്ള മൽപ്പിടുത്തത്തിനിടെ പ്ലാറ്റ്ഫോമിൽ തലയിടിച്ചു വീണാണ് സ്ത്രീക്ക് പരിക്കേറ്റത്. കൊല്ലം സ്വദേശി 40 വയസ്സുള്ള സുശീലയ്ക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കൈപ്പേറിയ അനുഭവമുണ്ടായത്. തലപൊട്ടി ചോരയൊലിപ്പിച്ച് സഹായം അഭ്യർത്ഥിച്ച് പലരെയും സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഖാലി പോക്കറ്റുമായി സ്ത്രീയെ സഹായിക്കാനെത്തിയത് അഭിജിത്തും ഷെരീഫുമായിരുന്നു. ഇരുവരും ചേർന്ന് സുശീലയെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുറിവ് മാരകമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായിരുന്നു നിർദ്ദേശം. തൊഴിയൂർ ലൈഫ് കെയർ പ്രവർത്തകൻ കൂടിയായ ഷെരീഫ് ഗുരുവായൂരിലെ എക്സ് പ്രവർത്തകരെ വിവരം അറിയിച്ചു. മുറിവേറ്റ സ്ത്രീയെ അക്കിക്കാവ് വരെ എത്തിക്കാനായിരുന്നു എക്സ് പ്രവർത്തകർ നിർദ്ദേശം നൽകിയത്. കാശ് പിരിച്ചെടുത്താണ് വിദ്യാർത്ഥികൾ സുശീലയെ അക്കിക്കാവിലെത്തിച്ചത്. ആംബുലൻസുമായി എത്തിയ എക്സ് പ്രവർത്തകരാണ് സുശീലയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ വിദ്യാർത്ഥികൾക്ക് തുണയായത്. തലയ്ക്ക് 4 സ്റ്റിച്ചുമായി സുശീല തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കേസാകും നൂലാമാലയാകും എന്നും പറഞ്ഞ് ആശുപത്രി അധികൃതർ പോലും സ്വന്തം ജീവകാരുണ്യ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടും എക്സ് പ്രവർത്തകരുടെ സഹായത്തോടെയെങ്കിലും തങ്ങളുടെ കാരുണ്യ പ്രവർത്തനം ലക്ഷ്യത്തിലെത്തിക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ വിദ്യാർത്ഥികൾ. ഇന്നലെ എന്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പൊ ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ട് ഇന്ന് രാവിലെ തിരിച്ചെത്തിയുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തോട്ടിറങ്ങാൻ വഴിക്ക് ഗേറ്റിന് സൈഡിലായിട്ട്, മെയിൻ എൻട്രൻസ് അല്ല, സൈഡിലത്തെ ഗേറ്റിന് സൈഡിലായിട്ട് ഇതൊരു വിദ്യാർത്ഥി ഇതുപോലെ തലയിലൊക്കെ ബ്ലഡൊക്കെ ആയിട്ട് ഇങ്ങനെ വാത്തിരിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ പുറത്തോട്ടം കാണുമ്പോൾ തന്നെ എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണം, എന്തെങ്കിലും സഹായം ചെയ്യണം മക്കളെ പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഞാൻ വേഗം തന്നെ അടുത്ത ഒരു ഓട്ടോ ഉണ്ടായിരുന്നു, ഞാൻ ഓട്ടോക്കാരെ വിളിച്ച് അടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.